ഫാമിലി പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ക്രിസ്മസിന്റെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എറണാകുളത്ത് പോകണം മൂന്നുപേരും കൂടി. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ നമ്മുടെ വണ്ടി വീട്ടിൽ വരില്ല. അപ്പൊ അത് കാരണം ഞങ്ങള് നടന്നു പോയിട്ട് വഴിയിലാണ് വണ്ടി ഇടാറ്. പോയിട്ട് വണ്ടി എടുത്തിട്ട് എറണാകുളത്തേക്ക് പോകണം. അപ്പൊ ഞങ്ങള് വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ടിൻഡ്യൂസ് കയറാൻ പോണ്. ഡാങ്കൂട്ടൻ നേരത്തെ തന്നെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അതേ ആള് ഭയങ്കര ഹാപ്പിയിലാണ്, ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന വഴിയാണ് ഗൈസ്. ചെല്ലാനാണ് കേട്ടോ. ചെല്ലാനത്താണ് ഞങ്ങള് വീട് കേട്ടോ. വൈകുന്നേരം ഞങ്ങള് ചായ കുടിക്കാതെ പോകുന്നത്. അപ്പൊ അവന് വിശക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കടയില് നിർത്തിയിട്ട് ഞങ്ങള് സമൂസ കാര്യങ്ങളൊക്കെ കഴിച്ച്. ഇത് നമ്മള് വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളൊക്കെ ഓരോ ഷോർട്സ് ഒക്കെ എടുക്കുന്ന പാടമാണിത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായി സ്ഥലമൊക്കെ പരിചയം. അപ്പൊ ഞങ്ങൾ സ്പീഡാക്കി കാണിക്കുന്ന പറഞ്ഞല്ലോ, ഒരുപാട് വലിച്ചു നീട്ടേണ്ടെല്ലാം വെച്ചിട്ടാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. ഇത് മറ്റേ കൊച്ചിൻ ഷിപ്പ് യാർഡ് പാലം. അപ്പൊ അവിടെ എത്തിയപ്പറ്റി ദിവസം അങ്ങനെ ഒന്ന് കവർ ചെയ്താണ്. ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. ഇയാളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എറണാകുളം ഞങ്ങൾ എത്തി ഇവിടെ ബ്രോഡ്വേയിലാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. അവിടെ എത്തി. വഴിയോര കച്ചവടക്കാര് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കിന്റെ ഇടയിലാണ് ഞങ്ങൾ പോയത്. വണ്ടി ഓട്ടോക്ക് പോയത് സ്കൂട്ടിക്ക് ഇൻഷുറൻസ് തീർന്നിരിക്കുവായിരുന്നു. അപ്പൊ അതാണ് സ്കൂട്ടി എടുത്ത് പോകുന്നത്. ഇതാകുമ്പോൾ ഒരുപാട് നടക്കേണ്ടി വന്നത് കാരണം ഞങ്ങളിപ്പോ ഓട്ടോക്ക് പോയാൽ കുറച്ച് വണ്ടി കുറെ അകലെ വിട്ടിട്ട് ഞങ്ങൾ കുറെ നടന്നാണ് അതിന്റെ ഉള്ളിലേക്ക് കയറിയത്. എന്നാലും കുഴപ്പമില്ല, ക്ഷീണമെന്ന് പറഞ്ഞില്ല. നല്ല രസമുണ്ട് നടക്കാനായിട്ട്. ഞങ്ങൾ ആദ്യം ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പക്ഷെ നമ്മളെ ഇവിടത്തിലും വില കുറവായിരിക്കും ഓർത്താണ് എറണാകുളത്ത് പോയത് കേട്ടോ. ഏകദേശം അവിടെയും നമ്മുടെ നാട്ടിലും ഓരോ റേറ്റ് ഒക്കെ തന്നെ നോക്കിയപ്പോ എല്ലാത്തിനും. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയല്ലോ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും സാന്റേനെ കണ്ടു. ഒരു സാന്റേനെ കണ്ടപ്പോൾ ഡാങ്ങോട്ടിന് ഭയങ്കര കൊതി അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തതാ വഴിയിൽ. പിന്നെയും കച്ചവടക്കാരൊക്കെ കണ്ട് ഞങ്ങള് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്. പിന്നെ ഞങ്ങൾക്കൊരു മൈക്കിന്റെ അത്യാവശ്യം ഉണ്ടായി. കാരണം വീഡിയോ എടുക്കാൻ നേരം ഞങ്ങൾക്ക് മൈക്കില്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങളൊരു മൈക്കിന്റെ കടയിൽ കയറി ഒരു മൈക്കൊക്കെ സെലക്ട് ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക്. അധികം പൈസ ഉള്ളതല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഇത്തിരി ടയർഡായപ്പോഴത്തേക്കും ഒരു ഷാർജ കുടിക്കാലെന്ന് പറഞ്ഞ കടയിൽ കയറിയതാണ്. പക്ഷെ പൈസ തീരെ കുറവായിരുന്നെങ്കിലും ഗുണം ഒരു തുല്യം പോലും ഇല്ലായിരുന്നു, ടേസ്റ്റ് ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ് കഴിച്ചുള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് നമ്മളത് കഴിച്ച് അവിടെ നിന്ന് ഞങ്ങള് കുടിച്ചിട്ട് കലങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരിപ്പുണ്ട്. ഡാങ്കൂട്ടൻ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം എല്ലാ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് എല്ലാം കഴിഞ്ഞ് രാത്രിയായി. വാങ്ങിക്കാൻ പറ്റുമെന്ന് ഒന്നും വാങ്ങിക്കാൻ പറ്റുമെന്ന് ഓർത്തില്ല, അത്രക്ക് തിരക്കായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ക്രിസ്മസിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പൊ ചെറിയൊരു വീഡിയോ ഞങ്ങൾ ഇനി ഇടുന്നതാണ്. അപ്പൊ എല്ലാരും കാണണം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ. ഓക്കെ.